നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NTPCയുടെ 2025 ഗ്രാജുവൽ ലെവൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. ആ ഡേറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് പാസ് ചെയ്യാനായിട്ട് പോകുക. അതായത് 5-ാം തീയതി മുതലാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട, അതായത് ഒരു റിസ്ക് എടുക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ എക്സാമിനേഷന് കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ഈ ആധാർ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ ആധാർ ലോക്ക്ഡ് ആണോ അൺലോക്ക്ഡ് ആണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആധാർ ലോക്ക്ഡ് ആണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ എക്സാമിനേഷനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ ലോക്ക്ഡ് ആണോ അൺലോക്ക്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. ലോക്ക്ഡ് ആണെങ്കിൽ അത് അൺലോക്ക് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക. ആധാർ ഓതൻറ്റിക്കേഷനുമായി ബന്ധപ്പെട്ട് അത് ലോക്ക് ആക്കാനും പറ്റും അൺലോക്ക് ആക്കാനും പറ്റും. അതിൽ നമുക്കിപ്പോൾ വേണ്ടത് അൺലോക്കാണ്. എക്സാമിനേഷൻ ടൈമിൽ ആധാർ അൺലോക്ക് ആയിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ചെയ്യുക. ചിലപ്പം ഇത് അൺലോക്ക് അല്ലെങ്കിലും എക്സാമിനേഷൻ എഴുതാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളതല്ല, നിങ്ങളൊരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി. കാരണം അത്രയും പഠിച്ച് അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ എക്സാമിനേഷന് വേണ്ടി പോവുക. ചിലപ്പം എക്സാമിനേഷൻ സിറ്റിയൊക്കെ കുറേ ദൂരെയായിരിക്കും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ആ എക്സാമിനേഷന് വേണ്ടി പോവുക. അവിടെ ചെന്നിട്ട് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കേണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആധാർ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. മക്കൾ, ഈ ആധാർ അൺലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ആധാർ ബയോമെട്രിക് ഓതൻറ്റിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ UIDAI, അതായത് നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ലിങ്കിലേക്ക്, നിങ്ങളെ വെബ്സൈറ്റിലേക്ക്, അതിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കയറുക. അതിനായിട്ട് UIDAI എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രോമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. UIDAI, അതിൽ ഡൗൺലോഡ് ആധാർ, അങ്ങനെ കുറേ സംഗതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഈ പറയുന്ന മെയിൻ ലിങ്കിൽ, UIDAIയുടെ മെയിൻ ലിങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു വിൻഡോ വരും. അതിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി മലയാളം വേണമെങ്കിൽ മലയാളം ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് നിങ്ങൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഇതിന് മുകളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇതേപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ അപ്ഡേറ്റ് ആധാറുണ്ട്, ഗെറ്റ് ആധാറുണ്ട്, ആധാർ സർവീസ് ഉണ്ട്. ഇതിൽ ആധാർ സർവീസ് എന്ന് പറയുന്നതിനകത്തിൽ താഴെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരിഫൈ ആൻ ആധാർ നമ്പർ, വെരിഫൈ ഇമെയിൽ ഓർ മൊബൈൽ നമ്പർ, ദെൻ വിർച്വൽ ID ജനറേറ്റ് ഉണ്ട്. ദെൻ അതേപോലെ ആധാർ പേപ്പർലെസ് ഓഫ്ലൈൻ KYC എന്ന് കിടക്കും. ലോക്ക് ഓർ അൺലോക്ക് ബയോമെട്രിക്സ് എന്ന് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു വിർച്വൽ ID ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ അറിയാമെങ്കിൽ, വിർച്വൽ ID നിങ്ങൾക്ക് അറിയാമെങ്കിൽ, VID നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എൻ്റർ ചെയ്താൽ മതി. നേരെ നിങ്ങൾക്ക് ലോക്ക് ഓർ അൺലോക്ക് ബയോമെട്രിക്സിലേക്ക് പോകാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം ഒരു വിർച്വൽ ID ജനറേറ്റ് ചെയ്യുക, ഒരു VID ജനറേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ വിർച്വൽ ID ജനറേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെയുള്ളൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോവുക. ഇവിടെ ജനറേറ്റ് VID, റിട്രീവ് VID എന്ന് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ജനറേറ്റ് VID കൊടുക്കുന്ന സമയത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് വരും. നിങ്ങളവിടെ നിങ്ങളുടെ 12 ഡിജിറ്റുള്ള ആധാറിലെ നമ്പർ എന്ത് ചെയ്ത് കൊടുക്കാം, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച ഉണ്ടാവും. ആ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ബാർ ഓപ്പൺ ആകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആധാറുമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൂടി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഈ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ OTP വന്നു. OTP നിങ്ങൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് വെരിഫൈ ചെയ്യുകയാണ്. വെരിഫൈ ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജിനകത്തിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിർച്വൽ ID ജനറേറ്റ് ആയത് കാണാൻ പറ്റും. ഇതേ നമ്പർ തന്നെ, ഇതേ വിർച്വൽ ID തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൂടി വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് അത് കാണാനായിട്ട് പറ്റും. അത് അവിടെ മൊബൈൽ നമ്പറിൽ സൂക്ഷിച്ച് വെക്കുക. ദെൻ അതിനുശേഷം ഇവിടെ ഗോ ടു ഡാഷ്ബോർഡ് എന്നുണ്ട്. ആ ഗോ ടു ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോൾ തിരികെ നിങ്ങൾ എന്ത് ചെയ്യും, ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക്, പഴയ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ തിരികെ പോകുന്നു. ആ ഇൻ്റർഫേസിൽ ഡൗൺലോഡ് ആധാർ, റിട്രീവ് EID, ദെൻ വെരിഫൈ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ, ദെൻ VID ജനറേറ്റർ, ലോക്ക് അൺലോക്ക്
അൺലോക്ക് ആധാർ എന്ന് കാണാൻ പറ്റും. അതിൽ ഈ ലോക്ക് ഓർ അൺലോക്ക് ആധാർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ VID ഉണ്ട്, അത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്. ദെൻ ഇവിടെ ലോക്ക് ഓർ അൺലോക്ക് ഈ ആധാർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു 3 സ്റ്റെപ്പ് കാണിക്കും. ഇവിടെ ഇവർ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ VID ജനറേറ്റ് ചെയ്യണം, അതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ VID ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ട, ജനറേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വരുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, റീഡയറക്റ്റ് ചെയ്യുക. ഈ ഇൻ്റർഫേസിൽ നിങ്ങൾ ആദ്യം മോളിൽ ലോക്ക് ചെയ്യാനാണോ അൺലോക്ക് ചെയ്യാനാണോ എന്ന് ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യണം. ലോക്ക് ആണോ ചെയ്യേണ്ടത്, അൺലോക്ക് ആണോ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു വിർച്വൽ ID ഉണ്ടല്ലോടാ, നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന VID, ഈ VID ഇതാ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ക്യാപ്ച കൊടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. വീണ്ടും ആ OTP എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ OTP എൻ്റർ ചെയ്ത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ആ ടിക്ക് മാർക്ക് കൂടെ നിങ്ങൾ കൊടുക്കുക. അവിടെ അവർ പറയുന്നുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആഫ്റ്റർ അൺലോക്കിംഗ് മൈ ആധാർ ഐ വിൽ ബി ഏബിൾ ടു പെർഫോം ഓതൻറ്റിക്കേഷൻ യൂസിങ് ബോത്ത് വിർച്വൽ ID ആൻഡ് ആധാർ നമ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാനായിട്ട് പറ്റും യുവർ ആധാർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അൺലോക്ക്ഡ് എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ എന്താണ്, ഇത് അൺലോക്ക്ഡ് എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അൺലോക്ക് അല്ലാത്തവർക്ക് അതെന്ത് ചെയ്യും, അൺലോക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇത്ര മാത്രമാണ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു റിസ്ക് നിങ്ങൾ എടുക്കരുത്. ഇത് എക്സാമിനേഷനാണ്. നിങ്ങൾ കുറേ പ്രിപ്പയർ ചെയ്തു, കുറേ നാളത്തെ നിങ്ങൾ അധ്വാനമാണ്. ആ അധ്വാനത്തിൻ്റെ ഫലപ്രാപ്തി ആ എക്സാമിനേഷൻ സെൻറ്ററിലാണ്. അവിടെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫേസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. വലിയ പാടൊന്നുമില്ല, ഒരു 5 മിനിറ്റേ ഉള്ളൂ, 5 പൈസയുടെ ചിലവില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും ഇതേപോലെ തന്നെ ചെയ്യാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾ ആധാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നത് അത് ഗവൺമെൻറ് ആപ്ലിക്കേഷനാണ്. അതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഇത് ലാപ്ടോപ്പിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെയാണ്, സെറ്റാണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ ബാക്ക്വേർഡ് പ്രിപ്പറേഷനിലേക്ക് തിരികെ വരിക. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുൻപിൽ. ഇനിയും ഒരു 20 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ 20 ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടിയുള്ള RRB NDPC എക്സ്പ്രസ് ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. ഈ ബാച്ചിൽ ഇനി ഓരോ ദിവസവും വൈകുന്നേരം എന്ത് ചെയ്യാൻ പോവാണ്, ലൈവ് നടക്കാൻ പോവാണ്. ഒരു 7 മണി മുതലുള്ള സമയത്ത് നിങ്ങൾക്ക് ബാച്ചിൽ ലൈവ് കിട്ടും. ഏകദേശം ഒരു 23ഓളം ലൈവുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവാണ്. ഓരോ സബ്ജക്റ്റും എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ PYQs ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വലിച്ചു കീറി നമ്മൾ പഠിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം 240ഓളം ടോപ്പിക്കുകളുടെ മൈക്രോ നോട്ട്സ് അവൈലബിൾ ആണ്. അത് വെച്ച് പഠിക്കാം. ദെൻ സെക്ഷൻ വൈസ് ക്വിസുകൾ, അതേപോലെ തന്നെ ചാപ്റ്റർ ടെസ്റ്റുകൾ, ദെൻ അതേപോലെ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാമായിട്ടുള്ളൊരു അടിപൊളി ബാച്ചാണ് ഈ പറയുന്ന ക്രാഷ് ബാച്ച്. ലാസ്റ്റ് നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. പെർഫെക്റ്റ് ആയിട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ ക്രമീകരിക്കുക. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പോവുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.